നടിയെ ആക്രമിച്ച കേസിൽ എന്തായിരിക്കും വിധിയെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളം. മറ്റന്നാളാണ് കേസിൽ വിധി പറയുന്നത്. പൾസർ സുനി ദിലീപിന് എഴുതിയ രണ്ടാമത്തെ കത്താണ് കേസിൽ നിർണായകമായത്. കുറ്റകൃത്യത്തിൽ ദിലീപിന്റെ പങ്ക് പൾസർ സുനി ജയിലിൽ വെച്ചാണ് വെളിപ്പെടുത്തിയത്. 4ാം പ്രതി വിജീഷ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടെയാണ് പൾസർ സുനി ദിലീപിന് കത്തെഴുതിയത്. അപായപ്പെടുത്തുമെന്ന് ഭയന്നായിരുന്നു പൾസറിന്റെ കത്ത്. സ്വന്തം കൈപ്പടയിൽ പൾസർ സുനി എഴുതിയ കത്ത് റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുകയാണ്. ആർ റോഷിപാൽ, എന്താണ് പൾസർ സുനി അന്ന് എഴുതിയത്? 2018 മെയ് മാസം 7ാം തീയതി ജയിലിൽ നിന്ന് എഴുതിയ ആ കത്തോടുകൂടിയാണ് ദിലീപിന്റെ ഈ കേസിലെ ബന്ധം സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായത്. ഇപ്പോൾ നിർണായക വിധിയിലേക്ക് 2 പകലിന്റെ മാത്രം അകലത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എത്രത്തോളം നിർണായകമായിരുന്നു പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ? സുജയ, അന്വേഷണ സംഘത്തിന് ദിലീപ് ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്ന് ബോധ്യമായെങ്കിലും അത് പൾസർ സുനി ആദ്യഘട്ടത്തിൽ സമ്മതിച്ചിരുന്നില്ല. കൃത്യം നിർവഹിച്ച പൾസർ സുനിയെ ചോദ്യം ചെയ്തപ്പോൾ ആദ്യഘട്ടത്തിൽ ഇതിനെ സംബന്ധിച്ച ഒരു കാര്യവും വെളിപ്പെടുത്തിയില്ല. ദിലീപിൽ നിന്നും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായില്ലെങ്കിലും പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിച്ചു. അങ്ങനെയാണ് ഇടയ്ക്ക് പൾസർ സുനി സ്വന്തം കൈപ്പടയിൽ ഒരു കത്ത് ദിലീപിന് എഴുതുന്നത്. ആ കത്തിൽ ഇനി ദിലീപേട്ടന്റെ സഹായം എനിക്ക് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ കുറെ കാലങ്ങളായി ദിലീപ് ചെയ്ത ചില കുറ്റകൃത്യങ്ങൾ, ഗൂഢമായി ചെയ്ത ചില പദ്ധതികൾ, അതിന്റെയൊക്കെ സൂചനകൾ ആ കത്തിലുണ്ടായിരുന്നു. ആ കത്ത് മറ്റൊരു കേസിലെ പൾസർ സുനിയുടെ കൂട്ടുപ്രതിയായ സുജിത്തിന്റെ കൈവശമാണ് കൊടുത്തയച്ചത്. ആ കത്ത് പിന്നീട് വാട്സപ്പിലൂടെയാണ് ദിലീപിന് കൈമാറുന്നത്. അപ്പുണ്ടി വഴി വാട്സപ്പിലൂടെ അത് ദിലീപിന്റെ കൈവശം എത്തുന്നു. ഈ കത്ത് പോലീസിന്റെ കൈകളിൽ എത്തുന്നത് ദിലീപ് ഈ കത്തൊപ്പം വെച്ചുകൊണ്ട് പൾസർ സുനി ഗൂഢാലോചന നടത്തുന്നു എന്ന് ആരോപിച്ച് പോലീസ് മേധാവിക്ക് പരാതി നൽകി. ആ പരാതി പോലീസ് മേധാവി ഐജിക്ക് കൈമാറുന്നു. ഐജിയോട് അന്വേഷിച്ച് ഇമ്മീഡിയറ്റ് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. 3 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായ അന്വേഷണം ഡിവൈഎസ്പി ബാബുകുമാർ നടത്തിയപ്പോഴാണ് എല്ലാം കൃത്യമാണ്, ദിലീപിന്റെ പങ്കാളിത്തമുണ്ടെന്ന് ബോധ്യമാകുന്നു. ആ പരാതി ദിലീപിന് തിരിച്ചടിയാകുന്നു. പക്ഷേ പൾസർ സുനി കത്തുമായി നേരെ ജയിലിലേക്ക് പോയി അന്വേഷണ സംഘം പൾസർ സുനിയെ ചോദ്യം ചെയ്തപ്പോൾ പൾസർ സുനി കത്ത് കണ്ടപ്പോൾ തന്നെ കുറ്റം സമ്മതിച്ചു. ദിലീപിന് പങ്കാളിത്തമുണ്ട്. ഈ കേസിൽ ദിലീപിന്റെ പങ്കാളിത്തം എത്രയാണ്, എത്ര തുക ദിലീപിൽ നിന്നും കൈപ്പറ്റിയെന്നടക്കമുള്ള കാര്യം വളരെ വിശദമായി ഈ കൊട്ടേഷന്റെ വിശദാംശങ്ങൾ മുഴുവൻ പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തുകയായിരുന്നു. ഈ കത്തിന്റെ ഒരു പകർപ്പ് പൾസർ സുനി ഒരു ഘട്ടത്തിൽ കോടതിയിലേക്ക് ഹാജരാകുമ്പോൾ അമ്മയ്ക്ക് ഒരു പുസ്തകത്തിനകത്ത് വെച്ച് കൈമാറിയിരുന്നു. ആ കത്ത് അമ്മ പുറത്തുവിടുകയും ചെയ്തു. അത് റിപ്പോർട്ടർ ടി വിയാണെന്ന് പുറത്തുവിട്ടത്. അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ കത്താണത്. ആദ്യത്തെ കത്ത് ഇതുപോലെ വിശദാംശങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടാമത്തെ കത്ത് ദിലീപിനെ പൂർണ്ണമായും കുരുക്കി. ദിലീപിന്റെ പങ്കാളിത്തമുണ്ടെന്ന് തുടരന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ശക്തമായ രീതിയിൽ ഉറപ്പിക്കുന്ന ഒരു തെളിവായി അന്വേഷണ സംഘത്തിന്റെ കൈകളിലെത്തിയത് രണ്ടാമത് സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്ത്. അതാണ് സയന്റിഫിക് പരിശോധനയിൽ അത് പൾസർ സുനിയുടെ കൈപ്പടയാണെന്ന് തെളിയുകയും ചെയ്തു. സൂര്യ, വിവരങ്ങൾ നൽകിയത് ആർ റോഷിപാലാണ്. നടിയെ ആക്രമിച്ച കേസിൽ കോടതിയുടെ വിധി കാത്തിരിക്കുകയാണ് കേരളം.